53-ാമത്തെ പേജിൽ നേരത്തെ പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അബൂശാമ റഹിമഹുല്ല തുടരുന്നു. അഥവാ അള്ളാഹു ഇൽമിനെ ഒറ്റയടിക്ക് എടുത്തു കളയുകയല്ല ചെയ്യുക, മറിച്ച് ആലിമീങ്ങളായ ആളുകളൊക്കെ അള്ളാഹു ഭരിപ്പിക്കുകയും പിന്നീട് യഥാർത്ഥ വിവരമുള്ള ആളുകൾ ഇല്ലാതിരിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ വിവരമില്ലാത്തവരെ നേതാക്കന്മാരാക്കി വെക്കുകയും അവർ ഫത്വ കൊടുത്ത് അവർ പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും എന്ന ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം തർത്തൂശി റഹിമഹുല്ലാഹുവിന്റെ ഒരു വാചകം അബൂശാമ റഹിമഹുല്ല ഇവിടെ എടുത്ത് ഉദ്ധരിക്കുന്നു. ഖാലൽ ഇമാം തർത്തൂശി റഹിമഹുല്ലാഹു തആല, ഇമാം തർത്തൂശി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, ഫതദബ്ബറു ഹാദൽ ഹദീസ, ഈ ഹദീസിനെ കുറിച്ച് നിങ്ങളൊന്ന് നന്നായി ചിന്തിക്കുക. ഫഇന്നഹു യദുല്ലു, ഈ ഹദീസ് അറിയിക്കുന്നു, അലാ അന്നഹു ലാ യുഅ്തന്നാസു ഖത്തു മിൻ ഖിബലി ഉലമാഇഹിം, ജനങ്ങൾക്ക് പിഴച്ച വാദങ്ങൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോട് ബന്ധമില്ലാത്ത കാര്യങ്ങളെ അവരുടെ ഉലമാക്കളിലൂടെ പണ്ഡിതന്മാരിലൂടെയല്ല വന്നു ചേരുന്നത്. വഇന്നമാ യുഅ്തൂന മിൻ ഖിബലി അന്നഹു ഇദാ മാത ഉലമാഉഹും, യഥാർത്ഥ പണ്ഡിതന്മാർ മരിച്ചുപോയാൽ അഫ്ത മൻ ലൈസ ബി ആലിമിൻ, വിവരമില്ലാത്ത ആളുകൾ ഫത്വ കൊടുക്കുകയും ഫയുഅ്തൻ നാസു മിൻ ഖിബലിഹി, ആ വിവരമില്ലാത്ത ആളുകൾ മുഖേന ജനങ്ങളിലേക്ക് ഇസ്ലാമിന് അന്യമായ കാര്യങ്ങൾ കടന്നു വരികയും ചെയ്യുകയാണ്. അല്ലാതെ യഥാർത്ഥ ആലിമീങ്ങളിൽ നിന്ന് ഒരിക്കലും ഇസ്ലാമിന് ബന്ധമില്ലാത്ത വിഷയങ്ങൾ ഇസ്ലാമികമായി ചിത്രീകരിക്കപ്പെടുന്നതല്ല. കാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വഖദ് സറഫ ഉമറു റളിയല്ലാഹു അൻഹു ഹാദൽ മഅന തസ്രീഫൻ, ഈ ആശയത്തെ ഉമർ റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുണ്ട്. ഫഖാല, എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഖാന അമീനും ഖത്തു, ഒരു വിശ്വസ്തനും ഇന്നേ വരെ വഞ്ചിച്ചിട്ടില്ല. പിന്നെ വലാക്കിന്നഹു ഉത്തുമിന ഗൈറു അമീനിൻ, വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളെ ആളുകൾ വിശ്വസിച്ചു. ഫഖാന, അങ്ങനെ അവൻ വഞ്ചിച്ചു. അപ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്ന് ചിലരെക്കുറിച്ച് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചിലർ അവരെ നേതാക്കന്മാരായി കൊണ്ടു നടന്നു. അങ്ങനെ അവർ വഞ്ചിച്ചു. ആ വഞ്ചനയിലൂടെയാണ് ഇസ്ലാമിനെ അന്യമായത് കടന്നു വന്നത് എന്നത് ഒരിക്കൽ കൂടി വിവരിച്ചു തരുന്നു. ഖാല വനഹ്നു നഖൂലു, നമ്മൾ പറയുന്നു, മബ്തദ ആലിമുൻ ഖത്തു, യഥാർത്ഥത്തിൽ ഇൽമുള്ള ഒരു വ്യക്തിയും ഇന്നേ വരെ ഒരു ബിദ്അത്തും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയിട്ടില്ല. വലാക്കിന്നഹു, എങ്കിലും ഉസ്തുഫ്തിയ മൻ ലൈസ ബി ആലിമിൻ, ആലിമല്ലാത്ത പലരോടും ആളുകൾ പോയി ഫത്വ ചോദിച്ചു. ഫവല്ല, അങ്ങനെ വിവരമില്ലാത്ത ആളുകൾ പിഴച്ചുകൊണ്ട് പലതും ഫത്വ കൊടുത്തു. വ അവല്ല, അവർ ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്തു. വകദാലിക ഫിഅലു റബിയ, ഇതുപോലെ തന്നെയാണ് റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രവൃത്തിയും. ഖാല മാലിക്കുൻ, ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, ബകാ റബിയത്തു യൗമൻ ബുകാഅൻ ശദീദ, ഒരു ദിവസം റബിയ റളിയല്ലാഹു അൻഹു വല്ലാതെ കരഞ്ഞു. ഫഖീല ലഹു, അപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കപ്പെട്ടു, ആ മുസീബത്തു നസറത്ത് ബിക, നിങ്ങൾ ഇങ്ങനെ കരയാൻ വല്ല ദുരന്തവും നിങ്ങൾക്ക് വന്നോ? ഫഖാല ലാ, എനിക്ക് വ്യക്തിപരമായി ഒരു ദുരന്തവും സംഭവിച്ചിട്ടില്ല. വലാക്കിൻ, എങ്കിലും ഉസ്തുഫ്തിയ മൻ ലാ ഇൽമ ഇൻദഹു, വിവരമില്ലാത്ത ആളുകളോട് ഫത്വ ചോദിക്കപ്പെട്ടു. വളഹറ ഫിൽ ഇസ്ലാമി അംറുൻ അദീമുൻ, അങ്ങനെ വിവരമില്ലാത്ത ആളുകൾ ചില കാര്യങ്ങളൊക്കെ ഇസ്ലാമികമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഫത്വ കൊടുത്തപ്പോൾ ഇസ്ലാമിലേക്ക് വളരെ ഗൗരവമേറിയ പലതും കടന്നു വന്നു എന്ന് റബിയ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം മാലിക് റഹിമഹുല്ലാ നമുക്ക് എടുത്ത് ഉദ്ധരിച്ചു തരുന്നു. അപ്പോൾ പണ്ഡിതന്മാർ ജനങ്ങളെ വഞ്ചിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, മറിച്ച് പണ്ഡിതരല്ലാത്ത ആളുകളെക്കുറിച്ച് ജനങ്ങൾ പണ്ഡിതരാണെന്ന് വിശ്വസിക്കുകയും അവർ ജനങ്ങളെ പറ്റിക്കുകയും ചെയ്തതാണ് ലോകത്ത് പല ബിദ്അത്തുകൾക്കും കാരണമായി മാറിയത് എന്നത് അബൂശാമ റഹിമഹുല്ലാ നമുക്ക് വിവരിച്ചു തരുന്നു. ഇവിടെ റബിയ റളിയല്ലാഹു അൻഹു ശക്തമായി കരയാൻ മാത്രം ഗൗരവമേറിയ വിഷയം എന്താണ് നടന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈറുൽ ഖുർആനാണെന്ന് പഠിപ്പിച്ച കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ യഥാർത്ഥ വിവരമില്ലാത്ത ആളുകളോട് ഫത്വ ചോദിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിലേക്ക് ഗൗരവമേറിയ വിഷയങ്ങൾ കടന്നു വന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. വളഹറ ഫിൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഈ കടന്നു വന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഹറാമാക്കിയ കള്ളുകുടി, വ്യഭിചാരം അല്ലെങ്കിൽ പലിശ തുടങ്ങിയ ഹറാമായ കാര്യങ്ങളാണ് എന്ന് വെക്കാൻ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ബാലപാഠം അറിയുന്ന ഒരാൾക്കും നിർവാഹമില്ല. കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ 1-ാമത്തെ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരുടെ കാലത്ത് തന്നെ ഏതോ ഒരാൾ ഫത്വ കൊടുത്തതിൻ്റെ പേരിൽ പലിശയും കള്ളുകുടിയൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ചിന്തിക്കാൻ
മുസ്ലിമായ ഒരാൾക്കും സാധിക്കില്ല. പിന്നെ എന്താണ് ഇവിടെ കടന്നു വന്നത്? ഇസ്ലാം പഠിപ്പിക്കാത്ത പല ആചാരങ്ങളും ഇസ്ലാമിൻ്റെ പേരിലേക്ക് ചേർക്കാൻ പറ്റുന്ന രൂപത്തിൽ വിവരമില്ലാത്ത ആളുകളുടെ ഫത്വയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമികമായി ചിത്രീകരിക്കപ്പെട്ടു എന്നതാണ് മഹാനായ റബിയ റളിയല്ലാഹു അൻഹുവിനെ കരയിച്ചത് എന്ന കാര്യം പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇതിനൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് നിഷിദ്ധമായ കാര്യങ്ങളെ കടത്തിക്കൂട്ടിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ കരഞ്ഞത് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന പണ്ഡിത വേഷധാരികളും ന്യായീകരണ തൊഴിലാളികളും ഒരുപക്ഷെ വരാൻ ഇടയുള്ളത് കൊണ്ടാണ് ഈ വിഷയം പ്രത്യേകം ഉണർത്തുന്നത്.